കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. ഈ ശബ്ദപരിധിയിൽ എന്നെ അടുത്ത മകനുമായി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ സുവിശേഷവുമായി ഈ രാവിലെ ഈ സമയം നിങ്ങളുടെ കാതുകളിൽ എത്തിക്കുവാൻ സർവശക്തനായ ദൈവത്തിന്റെ ആ സ്നേഹം ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഈ സുവിശേഷം കേൾക്കുന്നതും പറയുന്നതും അനുസരിക്കുന്നതും അത് വലിയൊരു അനുഗ്രഹമാണ്. ഒരു കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ ഇതിനെ എതിർത്ത ആളുകളായിരുന്നു. യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പരസ്യ ശുശ്രൂഷകൾ നിന്ദിക്കുകയും കളിയാക്കി കല്ലെറിച്ചത് ഒരാളായിരുന്നു ഞാനും. എന്റെ പേര് അജികുമാർ എന്നാണ്. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുകയും അതുകൊണ്ട് തന്നെ ഏറ്റവും അധികമായി വെറുക്കുന്ന ഒന്നായിരുന്നു സുവിശേഷ വേല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ എന്റെ ജീവിതത്തിൽ ഒരു രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ ലോകത്ത് മരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ ഒരുപാട് വഴിപാടുകൾ നേർച്ചകളൊക്കെ നടത്തിയതിനു ശേഷം ഒന്നിനും പിടിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ കളിയാക്കിയിരുന്ന യേശുക്രിസ്തു ദൈവമാണോ എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ മരിക്കുന്നതിന് മുന്നേ ഒരു പരീക്ഷണാർത്ഥം ഈ യേശുക്രിസ്തുവിലേക്ക് ഒന്ന് പരിശോധിച്ചു നോക്കാം, അല്ലെ പരീക്ഷിച്ച് നോക്കാം എന്ന് കണ്ടുകൊണ്ട് വന്നൊരാൾ ആളായിരുന്നു. 2015 18 വർഷങ്ങൾക്ക് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കി യേശുക്രിസ്തുവിനെ ഒരു രോഗസൗഖ്യദാനപരമായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശമാണ് ഞാനിവിടെ വിളിച്ചറിയിക്കുന്നത്. അറപ്പാനും പിടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാണെന്ന് യേശു പറഞ്ഞ്, സമൃദ്ധിയായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നാം ജീവിച്ചു തീർക്കുന്ന നല്ല സമൃദ്ധിയായ ജീവിതം. ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷക്കാലമാണ് നമ്മൾ തന്നിരിക്കുന്നത്. അതിലധികമായ കഷ്ടമാണ് ഇന്ന് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകൾ. മാതാപിതാക്കന്മാരെ അനാചാരങ്ങൾ ഉപേക്ഷിക്കുന്ന, വഴികളിൽ ഉപേക്ഷിക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലരും ഇതിനെ പല പേരുകൾ പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുമ്പോൾ വ്യക്തമായി ബൈബിൾ പറയുന്ന സ്നേഹം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. കാരണം അന്ത്യകാലഘട്ടത്തിൽ മനുഷ്യൻ സസ്നേഹികളും ദ്രവ്യാഗ്നികളുമായി മാറുമെന്ന് തിരുവചനം വ്യക്തമായി പറയുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയുള്ള പ്രവർത്തനയൊക്കെ ഉണ്ടാകുന്നെന്നുള്ള തിരുവചനം വ്യക്തമായി പറയുന്നു. അപ്പൊ നിത്യമായൊരു ജീവിതം നമ്മെ കാത്തു നിൽക്കുമ്പോൾ ആ ജീവനിലേക്ക് നാം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. മനുഷ്യൻ ജന്മം കൊണ്ടും കർമ്മം കൊണ്ട് പാപിയായി ഭൂമി ജീവിക്കുകയാണ്. എല്ലാ മനുഷ്യരും അറിയാം താൻ പാപിയാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് പാപത്തിന് പരിഹാരമായി അന്നദാനം കൊടുക്കുകയും വീട് വെച്ച് കൊടുക്കുകയും പാപപ്പെട്ട കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ താൻ അതുപരമായി ചെയ്ത സകല പാപവും മാറിപ്പോയി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പാപത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ, പാപ സ്വഭാവത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ രക്തശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. എങ്ങനെയാണ് രക്തം ശുദ്ധീകരിക്കപ്പെടുന്നത്? നമ്മുടെ പാപത്തിലായിരിക്കും രക്തം ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും ലാബിലോ കൊണ്ടുപോയി പരിശോധിച്ച് രക്തം മാറ്റി പുതിയ രക്തം കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഈ പാപത്തിന്റെ രക്തമാണ് നമ്മുടെ മേൽ വരുവാൻ ഇടവരുന്നത്. എന്നാൽ പാപമില്ലാത്ത യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപമൊക്കെ നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ പങ്കാളിത്തം വഹിക്കാത്ത ഒരു മനുഷ്യന്റെ പാപത്തെ മാറ്റുവാനോ നിത്യമായ ജീവിതം കടന്നു പോകുവാനോ കഴിയുകയില്ല എന്നുള്ള സത്യസുവിശേഷമാണ് ഞാൻ ഇന്ന് ഈ ദേശത്ത് നിന്ന് വിളിച്ചറിയിക്കുന്നത്. സത്യം അറിയുകയും സത്യം നിങ്ങൾ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്നാണ് തിരുവനന്തപുരത്ത് പറയുന്നത്. എന്താണ് സത്യമെന്നറിയാതെ, ആരാണ് ദൈവമെന്നറിയാതെ, എവിടെയാണ് പാപത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്നറിയാതെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ യേശുവിനെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. ഞാൻ മുഖാന്തരമല്ലാതെ ആർക്ക് പിതാവിന്റെ അടുക്കൽ പോകാൻ കഴിയില്ല എന്ന് യേശുവിന്റെ വാമൊഴിയാൽ പറയുവാനിട വന്ന്. ഇന്ന് നല്ല ദാനങ്ങൾ ചെയ്തു കഴിഞ്ഞാലൊക്കെ പിതാവിന്റെ അടുക്കൽ പോകാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന, പഠിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ഈ ഭൂമിയിൽ നാം ഏതെല്ലാം മാർഗത്തിലൂടെ പോയാൽ ഏതെല്ലാം കർമ്മം ചെയ്താലും മനുഷ്യന് പാപത്തെ മാറ്റുവാൻ കഴിയുന്നതല്ല എന്നുള്ള സത്യത്തെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രക്ഷകനായ ക്രിസ്തുവിനെ എതിരേൽക്കാൻ നിങ്ങൾ ഒരുങ്ങണമെന്നുള്ള ആഗ്രഹം കണ്ടുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതുപോലെ വന്ന് പരസ്യമായി ശുശ്രൂഷിക്കുന്നത്. പലരും ഇതിനെ മതം മാറ്റുന്ന പ്രചരണമെന്നും പണമുണ്ടാക്കുന്ന മാർഗമെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി നിന്ദിക്കുക ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് പണമുണ്ടാക്കുന്ന മാർഗമല്ല. നടന്നിരിക്കുന്ന ആത്മാവിന്റെ വില മുഴു ലോകത്തേക്കാൾ വലുതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി എന്താണ് പ്രയോജനമെന്ന് ബൈബിൾ ചോദിക്കുന്നു. എപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഈ ആത്മാവിനി എവിടെയാ വസിക്കുക എന്നുള്ളത്, മരിച്ചു കഴിഞ്ഞാൽ ഇനി എവിടെയാണ് ആത്മാവ് ചെന്നെത്തുക എന്നത് ഏതെങ്കിലും നിമിഷം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 9-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ
ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നതിനാൽ ആ നിയമത്തെ മാറ്റുവാൻ ഇന്ന് ഭൂമിയിലായിരിക്കുന്ന പല മനുഷ്യൻ നോക്കാറുണ്ട്. മരണത്തെ ജയിക്കുവാൻ, മരണം മാറ്റുവാൻ ഒരുപാട് ആളുകൾ തിരിഞ്ഞിറങ്ങി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവരെല്ലാം ഇന്ന് ഭൂമിയിൽ ലയിച്ചു ചേർന്നിരിക്കുക എന്നുള്ള സത്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ മരണത്തെ മാറ്റുവാൻ മനുഷ്യന് കഴിയുന്നല്ല. എന്നാൽ മരണത്തെ മാറ്റുവാൻ കർത്താവായ യഹോവയ്ക്ക് കഴിയും. അത് പാപത്തിലായിരിക്കുന്ന മനുഷ്യൻ മരണത്തിലേക്ക് പോകുമ്പോൾ യേശുക്രിസ്തു എന്ന രക്ഷകരുടെ നിത്യമായ ഒരു വാസത്തിലേക്കാണ് നമുക്ക് പോകുവാൻ കഴിയുന്നത്. നമുക്കായി സൗജന്യമായി രക്ഷയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവത്തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ച്, ആ സ്നേഹമാണ് ഞാൻ ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പേ പാപത്തിലേക്ക് പോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സ്വർഗത്തിലെ സകല മഹിമയും വേണ്ടി താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയും എന്റെ ഈ നിങ്ങളുടെ ശാപത്തെയും പാപത്തെയും മരണത്തെയും വഹിച്ചുകൊണ്ട് കാൽവരിയിൽ യാഗമാകുകയും കല്ലറെ ഭേദിച്ചുകൊണ്ട് 3 നാൾ പുറത്തു വന്ന് ഞാൻ വീണ്ടും മടങ്ങി വരുന്നു പറഞ്ഞു പോയിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വരവെടുത്തിരിക്കുന്ന ഈ ആസന്ന വേളയിൽ എല്ലാവരും സുവിശേഷം അറിയണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയും സുവിശേഷം അറിയിക്കണമെന്നുള്ള നിർബന്ധവുമാണ് ഈ സന്ദേശം ഇവിടെ എത്തുവാൻ കാരണമാക്കിയിരിക്കുന്നത്. എല്ലാവരും സുവിശേഷം കേട്ടുകൊണ്ട് വിശ്വസിക്കും എന്നല്ല തിരുവചനം പറയുന്നത്. എല്ലാവരും സുവിശേഷം അറിയണമെന്നുള്ളത്. കാരണം ഈ സുവിശേഷം നിലനിർത്തിയായിരിക്കും ന്യായാസനത്തിന് മുന്നിൽ നാം എല്ലാം വെളിപ്പെടുന്ന ദിവസം അന്ന് ദൈവം വിധി കൽപ്പിക്കുക. അന്ന് ജീവന്റെ പുസ്തകത്തിൽ പേരിൽ കാണുന്ന ഏവനെയും തീപ്പൊയ്ക്ക് തള്ളിയിടപ്പെടുമെന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു. ആയതിനാൽ മടങ്ങി വരുവാൻ തക്കമാണ് ഈ സമയം നിങ്ങൾ വൃതമാക്കി കളയാതെ ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഒരു പാപിയായ മനുഷ്യനാണെന്ന് തോന്നിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപത്തെ കടിച്ചു മപ്പാണെങ്കിലും അതിന് ഹിമം പോലെ വെളുപ്പിയ കർത്താവുണ്ട്. ഞങ്ങളുടെയൊക്കെ ജീവിതം പാപത്തിന്റെ പടുക്കലാൽ ജീവിതമായിരുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമായി രക്ഷയ്ക്കെത്തിക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you. Thank you.